ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വെള്ളക്കെട്ടൊക്കെ കാണുന്നെങ്കിലും ചില സമയങ്ങളിൽ വരുമ്പോൾ ഇവിടെ കൃഷിയാണ്. അത് അതിനെക്കാട്ടി മനോഹരമായ യാത്ര കൂടിയാണ്. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ നല്ല അടിപൊളി നല്ല കള്ളും ഭക്ഷണമൊക്കെ കിട്ടുന്ന നല്ല നല്ല കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നാടിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന അല്ലെങ്കിൽ നാട്ടുഗ്രാമങ്ങളിലെ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലൊരു പ്ലേസ്. ചിലപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വെള്ളക്കെട്ടൊക്കെയാണ്, ആമ്പലുമൊക്കെ ഇങ്ങനെ മുട്ടായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ വിരിഞ്ഞ് വരുമ്പോൾ അതിലേറെ ഭംഗി നൽകുന്ന ഒരു ആലപ്പുഴ ജില്ലയിലെ മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് കേട്ടോ. ഈ ഇരു സ്ഥലങ്ങളിലും അക്വേഷ്യയും മാഞ്ചിയും ഒക്കെ ഇങ്ങനെ തല ചായച്ചിങ്ങനെ ഒരു തണലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച. ഞാനേ ശരിക്കും ഈ ഒരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഇറങ്ങി നടക്കാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു റോഡിൻ്റെ ഇത് രണ്ട് സൈഡിലും മരങ്ങളാണ് കേട്ടോ. ശരിക്കും അത് തന്നെയല്ല, ഒരു വല്ലാത്ത ഫീലിങ്സാണ്. നമ്മുടെ നാട്ടുംപുറ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ എടത്തുവ പള്ളി കഴിഞ്ഞിട്ട് നമ്മുടെ എടത്തുവ പോലീസ് സ്റ്റേഷനുണ്ട്. അവിടുന്ന് ചമ്പക്കുളത്തിനേക്കുള്ളൊരു വഴിയുണ്ട്. അതായത് എടത്തുവ പള്ളിയുടെ കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ളൊരു വഴി. ആ വഴി ഇങ്ങോട്ട് വരുമ്പം നല്ല എന്താ പറയുക, കുട്ടികളുമൊക്കെ ആയിട്ട് നമുക്കൊന്ന് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ നല്ല, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പറ്റിയ നല്ല മനോഹരമായ ഒരു യാത്രാ വഴി കൂടിയാണ് കേട്ടോ ഇത്. വള്ളംകളിക്ക് മുൻപ് നമ്മുടെ ഭക്ഷണം അല്ലേ നമ്മുടെ വയറിന് ഒന്ന് ഫില്ലാണ്. അങ്ങനെ നാടൻ ഒരു ഷാപ്പിലേക്ക് കയറി. അപ്പോൾ കള്ളുകുടിക്കാനൊന്നുമല്ല, ഭക്ഷണം കഴിക്കാനാണ്. ഞാനപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് നമ്മുടെ നാടൻ താറാവ് ഇറച്ചിയും താറാവ് കറിയും പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഇവിടുത്തെ അടിപൊളി കാഴ്ചകളും കൂടെ കാണാം. ചെറിയ ഷീറ്റൊക്കെ ഇട്ടൊരു ഹട്ടാണ്. അപ്പോൾ തൊട്ടപ്പുറത്തോട്ട് നോക്കുമ്പോൾ പ്രകൃതി രമണീയമായ കാഴ്ചയും ശുദ്ധവായുവും ഒക്കെ ശ്വസിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പം താറാവ് വരുന്നില്ല അങ്ങോട്ട് കേട്ടോ, എങ്കിലും അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കുരുമുളകൊക്കെ ഗ്രില്ലാക്കിയിട്ട് തന്നെ ഉണ്ട്. കറിയിൽ ഇങ്ങനെ മുക്കി നല്ല ചൂട്, പ്രത്യേകിച്ച് കുട്ടനാട്ടി ഇരുന്ന് ആഹാ അടിപൊളി. ഈ മൂഡ് വേറെ മൂഡ് തന്നെ കേട്ടോ, അടിപൊളി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഉഗ്രൻ മഴ. ശരിക്കും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഈ മഴയൊക്കെ ആനന്ദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ വെള്ളത്തിലാവും എന്നുള്ളൊരു ടെൻഷനും കൂടിയുണ്ട്. എങ്കിലും എല്ലാം മറികടന്ന് പോകുന്ന ആളുകളാണ് നമ്മുടെ കുട്ടനാട്ടുകാർ കേട്ടോ. ഈ മഴയെ ആസ്വദിച്ച് പ്രത്യേകിച്ച് ഒരു ഫുഡൊക്കെ ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് വള്ളവും വെള്ളവും മഴയും എല്ലാം കൂടെ ചേർന്നൊരു വള്ളംകളി എന്ന് പറഞ്ഞാൽ അതെന്നാ ഫീലല്ലേ. അത് ആഘോഷിക്കണമെങ്കിൽ നമ്മുടെ ആലപ്പുഴയിൽ തന്നെ വരണം. അമ്മ ഫസ്റ്റ് ടൈമിലാണ് വരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറൊക്കെ ഉണ്ട്. അപ്പം അത് കഴിക്കും. പൊറോട്ട ഇഷ്ടമല്ലേ? പൊറോട്ടയൊക്കെ ഇഷ്ടമാണ്. അപ്പം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അമ്മ പറയും. ഇന്നത്തെ അഭിപ്രായം അമ്മയാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ടോ? നല്ല കുഴപ്പമില്ല. കള്ള് വേണോ? വേണ്ട കള്ള് വേണ്ട. എന്താ പറയാനാ,